ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആയിരുന്നു ഫാൻസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യനിലയെക്കുറിച്ചാണ് അവരുടെ ആശങ്ക. പോലീസ് കൃത്യമായ പരിശോധന നടത്താൻ അനുവദിച്ചില്ല എന്നതുൾപ്പെടെയാണ് അവർ പറയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോലീസ് വാഹനം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം ലജ്ജാകരമാകുന്ന ദൃശ്യങ്ങൾ ആണ് കണ്ടത്. ഒരു സ്ത്രീയെ അധിക്ഷേപിച്ച് ലൈംഗിക അധിക്ഷേപ കേസിൽ കോടതിക്ക് മുന്നിൽ എത്തിയ പ്രതി, കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ തടയുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത് ഡാനി? ഹലോ 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 കേൾക്കുന്നില്ലടാ. ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വരെ ഇവിടേക്ക് എത്തിയിരുന്നു. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ട്. അത് പ്രധാനമായിട്ടും അവർ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് വേണ്ടത്ര രീതിയിലൊരു പരിശോധനകൾ നടന്നിട്ടില്ല എന്നതാണ്. അവർ പറയുകയും ചെയ്യുന്നത് വലിയ രീതിയിലുള്ള ECG അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുണ്ടായില്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് കോടതി വിട്ടത്. അതിനു മുന്നേ കൊണ്ടുവന്ന സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം അവിടെ നിന്ന് മയങ്ങി വീണപ്പം സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ജില്ലാ ആശുപത്രി കാണിച്ചിട്ട് കൊണ്ടുപോകണമെന്ന ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരികയും ഡോക്ടർ റൂമിലേക്ക് ഒരാളെ പോലും കയറ്റാതെ, ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെയോ എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും അറിയിക്കാതെ അതിനുള്ളിൽ കയറ്റാതെ ഇരുന്നു. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന ഒരു ഇരുട്ടുമുറിയിൽ ഇടിച്ചവും വെളിച്ചവും ഇതും ഇല്ലാത്തൊരു നെഞ്ചുവേന എന്ന് പറഞ്ഞ് വന്ന പേഷ്യന്റ് എന്നെയാണ് ഒരു ഇരുട്ടും വെളിച്ചവും ഇല്ലാത്ത റൂമിലിട്ട് പൂട്ടിയത്. അവിടെ ചോദ്യം ചെയ്തവരെ വീഡിയോ എടുത്ത് പേടിപ്പിക്കുകയും ഇതൊരു ആക്ടാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത്. അത് ഇനിയിപ്പോ ആരൊക്കെ പേരിൽ ആ കേസ് വരും എന്നറിയില്ല. പോലീസ് വാഹനം തടഞ്ഞു പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടത് ഞാനും കേട്ടതാണ്, ആ ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിലിട്ട് ബാക്ക് ഡോർ വഴി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പോലീസ് ഗുണ്ടായിസം കാണിച്ചതാണ്. ഇത് ശരിയല്ല, അഗെയിൻസ്റ്റ് ലോ ആണ്. ഒക്കെ ആയിക്കോട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് ശരിയല്ല. പക്ഷെ അതൊരിക്കലും പോലീസ് വാഹനം തടഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അക്രമത്തെ ന്യായീകരിച്ചോ അല്ല. പക്ഷെ ഞങ്ങളൊക്കെ ശ്രമിച്ചത് ഒരാൾക്ക്, കുറ്റാരോപിതനായ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം പരിരക്ഷ, നിയമപരിരക്ഷ കിട്ടണം. അത് ഇന്ന് കിട്ടിയിട്ടില്ല. അത്രയേ പറയാനുള്ളൂ. അതായത് സുഹൃത്തെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നിന്ന് വിധി കേൾക്കുന്നതിന് മുന്നേ തന്നെ ആള് BP കുറഞ്ഞ് ഡൗൺ ആണ്. വിധി കേട്ട ഉടനെ ആൾ അവിടെ ഫേഡായി വീണപ്പോൾ പോലീസുകാർ നാരങ്ങ വെള്ളം കൊടുത്ത് ഒതുക്കാൻ നോക്കി. അപ്പോൾ നാരങ്ങ വെള്ളം പോരാ, ഞങ്ങൾ സബ്മിഷൻ പറഞ്ഞു കോടതിയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറെ കാണിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളത്. അങ്ങനെ കോടതി അത് ഉത്തരവാക്കി. അത് പേരിന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 4 പോലീസുകാർ ആരും കയറ്റാതെ ഡോക്ടറോട് സംസാരിച്ചു. അതായത് അവർക്ക് ആവശ്യം ഇന്ന് അവിടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അത് ആരുടെ നടപടിയാ എന്താണെന്നൊന്നും അറിയില്ല. കൃത്യമായി പരിശോധന നടന്നോന്ന് വെച്ചാൽ ഞങ്ങൾ കയറി രണ്ടാമത്, അതായത് കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്നാണ് വക്കീൽ നിലയ്ക്ക് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതല്ല വിഷയം, അവിടെ ഇരുട്ട് മുറിയിലാണ് അടച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു. അത് നോക്കാൻ ഡോക്ടർ ഓടി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ഡോർ തുറന്ന് ഓടിക്കൊണ്ട് കളഞ്ഞു. അത് ശരിയുള്ള ഏർപ്പാടല്ല. ഡോക്ടർക്ക് നോക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ വ്യക്തമാക്കിയേ പറ്റൂ. അറിയില്ല, ആർക്കും അറിയില്ല. ഒരു അഡ്വക്കേറ്റ് എന്ന നിലക്ക് എന്നോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില അറിയില്ല. പിന്നെ എന്തിനു തിരക്കപ്പെട്ടുകൊണ്ട് ഇന്നെന്താ എപ്പം കൊണ്ടായാലും അവിടെ ആക്കിക്കൂടെ? വാഹനം തടയാന്ന് പറഞ്ഞാലുണ്ട്, പ്രകോപനപരമായി തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ന്യായീകരിക്കില്ല. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇരുട്ട് മുറിയിൽ അടച്ചിട്ടിട്ട്, നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അല്ലെങ്കിൽ ആ റൂം ഇപ്പോഴും നോക്കിയാൽ കാണാം, വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, അതിനകത്ത് ലൈറ്റ് ഇല്ല, ഫാൻ ഇല്ല. ആ റൂമിലാണ് നെഞ്ഞുവേന വന്ന ഒരാളെ 15 മിനിറ്റോളം ഇരുത്തിയത്. എന്നിട്ട് ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് രണ്ടാമത് ECG എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വഴിക്ക് ഇറക്കി കൊണ്ടുപോയുണ്ടായത്. അതിനാണ് എതിരാണ് ഞങ്ങൾ പറയുന്നത്. അഭിലാഷ, അദ്ദേഹം പറയുന്ന കുറെ നേരമായി ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു
സംഘർഷ സാധ്യത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന കുറെ പേർ ഇവിടേക്ക് എത്തിയിരുന്നു. അവര് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനകളടക്കം നടന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരുണ്ടോ ലോകത്ത്? ഈ കേരളത്തിലുണ്ടോ? ഇതെന്തിനാ പോലീസ് ഇങ്ങനെ പെറുക്കി കൊണ്ടുപോകണം? ഇയാള് അകത്തായൊക്കെ ബുദ്ധിമുട്ടുകളെ ഡോക്ടർ കാർഡിയോളജിക്ക് മധ്യം വേണ്ടി ഇതിനു വേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടുപോയെന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത്. എന്തിനാ ഇയാളെ പെറുക്കി കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കോടതി ആയിക്കോട്ടെ, മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? എന്താ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരും സമ്മാനം പറയും? ജുഡീഷ്യൽ സമ്മാനം പറയോ? ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ? സാധാരണക്കാരനാണ് അയാള്. നമ്മൾ നിങ്ങളമാര് സാധാരണക്കാരനാണോ? അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ്, സാധാരണക്കാരനല്ല അയാള്. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന, ഒരു ദിവസം കൈക്കൂമ്പിളിൽ കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യനാണ് അയാള്. അയാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലും ഒപ്പം നിൽക്കണ്ടേ? എന്തിനങ്ങനെ ഇങ്ങനെ ഒരു വലിയൊരു പ്രയാസം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇന്ന് ആലോചിക്കണ്ടങ്ങളൊക്കെ കോടതിയിൽ അറിയിക്കണം. കോടതിയിൽ അറിയിക്കേണ്ട സിറ്റുവേഷൻ അറിയിക്കണം. ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല. ഇതിനെ കോടതി നാട്ടിലൊരു പ്രസ്ഥാനമില്ലേ? ഒരു പ്രയാസത്തില്ലേ? പ്രസ്ഥാനങ്ങൾ ഒരു ഭരണകൂടല്ലേ? ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊന്നുമല്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകത അത് ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടും. അങ്ങനത്തെ ഒരാളാണോ ബോച്ചെ? നിങ്ങൾ പറയ്. ഇത്രയും മീഡിയക്കാരില്ലേ? ഒരു നോട്ടീസ് 7 കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം, അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ കിട്ടുന്ന ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ 35 നോട്ടീസ് കൊടുത്താൽ ഹാജരാവേണ്ട ഒരു മനുഷ്യൻ ഇയാൾ എന്തിനാ പെറുക്കിക്കൊണ്ടിരുന്നത്? ഈ റൂമിൽ അടച്ചിട്ട് ഈ റൂമിൽ ഇരുട്ടത്തെ റൂമിലാണല്ലേ? എന്താണ് പറഞ്ഞത്? അഭിലാഷ